ഹലോ ഗൈസ്, ഞാനെന്നുള്ളത് റാണിപുരം ഹിൽ ടോപ്പിലാട്ടോ. അപ്പൊ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ അടിപൊളി ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് നമ്മുടെ റാണിപുരം. ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ടൈം തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ നാട്ടിൽ എന്തുണ്ട്. അപ്പൊ എല്ലാവരോടും ഞാൻ കൊടുക്കുന്ന ഒരൊറ്റ ഉത്തരം എന്താ അറിയോ? കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം, അത് എന്റെ കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിലെ പന്തൂർ പഞ്ചായത്തിലാണ് നമ്മുടെ റാണിപുരം സ്ഥിതി ചെയ്യുന്നത്. ഒരു വട്ടമെങ്കിലും റാണിപുരം പോകാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. മുൻപ് മാടത്തുമല എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ റാണിപുരം കടൽനിരപ്പിൽ നിന്നും 1048 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്ക് എൻട്രി ഫീസ് 50 രൂപ വരുന്നത്, പിള്ളേരാണെങ്കിൽ 20 രൂപ ചാർജ് വരുന്നത്. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കാട്ടുവഴികളിലൂടെ ഒക്കെ നടന്ന മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാട്ടോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപോകാൻ പറ്റിയ ഇടം കൂടിയാട്ടോ നമ്മുടെ റാണിപുരം. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ പനത്തിൽ നിന്നും പാണത്തൂരിൽ നിന്നും നമുക്ക് റാണിപുരത്തേക്ക് എത്താം. പനത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് നമ്മുടെ റാണിപുരത്തേക്ക്. നമ്മുടെ കാഞ്ഞങ്ങാട് നിന്നും രാവിലെ 8 മണിക്ക് ഒരു KSRTC ബസ് ഉണ്ട് കേട്ടോ റാണിപുരത്തേക്ക്. ഇനി വൈകുന്നേരം 4:40 തിരിച്ച് കാഞ്ഞങ്ങാടേക്ക് ഉണ്ട് കേട്ടോ ഈ ബസ്. ഇപ്പൊ നിങ്ങൾക്ക് പനത്തിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ അതുപോലെ ടാക്സി ജീപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വനത്തിനകത്ത് പ്രവേശിക്കാനുള്ള ടൈമിംഗ്സ് വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. ഇനി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം 5:30 മുമ്പ് തിരിച്ചിറങ്ങണം കേട്ടോ. ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ കാർഡോ UPI ട്രാൻസാക്ഷൻ മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. മലമുകളിൽ കയറി കഴിഞ്ഞ് ഈ പാറയുടെ സൈഡിൽ കൂടെ നേരെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കോടമഞ്ഞുള്ള ഈ വ്യൂ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല മഴയുള്ള ടൈമിലൊക്കെ കയറുവാണെങ്കിലോ വേറെ തന്നെ ഒരു ഫീൽ ആയിട്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഇടക്കാലത്ത് കോടമഞ്ഞിനെ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ റാണിപുരം എന്ന് പറഞ്ഞത്. അപ്പൊ റാണിപുരത്ത് വന്നിട്ടുള്ളവരോ ഇനി വരാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. റാണിപുരത്തെ പറ്റി കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്തോ, ബാക്കിയുള്ളവരും അറിയട്ടെ നമ്മുടെ റാണിപുരത്തെ കുറിച്ച്.